وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا، مأواكم النار هي مولاكم وبئس المصير. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ അഖിലനിഖില മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, ഇഷ്ടങ്ങളെ, അല്ലാഹു നൽകിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനും അവൻ്റെ ഇഷ്ടത്തിനും സ്വർഗത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. 57-ാം അധ്യായമായ സൂറത്തുൽ ഹദീദാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 14 ആയത്തുകൾ നാം പഠിച്ചു, അൽഹംദുലില്ലാഹ്. ഇന്ന് 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കണമെന്നും അവൻ്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവാചകനിൽ വിശ്വസിക്കണമെന്നും അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തുകളെ നിങ്ങൾ ചിലവഴിക്കണമെന്നും 7-ാമത്തെ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. തുടർന്ന് 8-9 ആയത്തുകളിൽ എന്തിനാണ് അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നത്, അതുകൊണ്ടുള്ള നേട്ടം നമ്മെ പഠിപ്പിച്ചു. 10-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ചിലവഴിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ച്, അത് വലിയ അഅ്ളമു ദറജ, വലിയ ഉന്നതമായ പദവി കിട്ടുന്നതാണ് എന്ന് നമ്മെ അറിയിച്ചു. ദാനധർമ്മം ചെയ്യുക എന്നതൊരിക്കലും നഷ്ടമാവുകയില്ലെന്നും അത് അല്ലാഹുവിനുള്ള കടമാണ്, ആ കടം അല്ലാഹു ഇരട്ടിയായി തിരിച്ചു തരും എന്നും പഠിപ്പിച്ചു. 12-ാമത്തെ ആയത്തിൽ എപ്പോഴാണിത് തിരിച്ചു കിട്ടുക, അത് നാളെ പരലോകത്ത് വെച്ചായിരിക്കും. ആ പരലോകത്തിൽ സ്വർഗമുണ്ടെന്നും അവർക്ക് പ്രകാശമുണ്ടെന്നും
ഒക്കെ വിശ്വാസികളെയും വിശ്വാസിനികളെയും ബോധ്യപ്പെടുത്തി. 13, 14 ആയത്തുകളിൽ നാം മനസ്സിലാക്കിയത് കപടന്മാരാകുന്ന ആളുകൾ, വിശ്വാസികളാകുന്ന ആളുകളോട് ഞങ്ങളെയും നിങ്ങളൊന്ന് പരിഗണിക്കണം, ഉൻളുറൂന, ഞങ്ങളെയൊന്ന് പരിഗണിക്കണം, ഞങ്ങളെ നോക്കണം, നിങ്ങളുടെ ആ പ്രകാശം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ പ്രകാശത്തിൽ നിന്ന് അല്പം ഞങ്ങളും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ഇർജിഉ വറാഅക്കും, നിങ്ങളുടെ പിന്നോട്ട് നിങ്ങൾ മടങ്ങുക, ദുനിയാവിൽ നിന്ന് അനുസരിക്കാത്തവരല്ലേ, ഒന്ന് പോയി വല്ലതും പ്രകാശവും കിട്ടുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എന്ന മറുപടിയാണ് വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവുക എന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുനാഫിഖുകളുടെയും വിശ്വാസികളുടെയും ഇടയിൽ വാതിലുള്ള ഒരു മതിൽ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. അതിൻ്റെ ഉൾഭാഗം കാരുണ്യമാകും, അഥവാ സ്വർഗമായിരിക്കും ആ വാതിലിൻ്റെ ഉൾഭാഗത്ത്. എന്നാൽ അതിൻ്റെ പുറഭാഗത്ത് ശിക്ഷയായിരിക്കും, നരകമാകും എന്നൊക്കെയാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, അല്ലേ? തുടർന്ന് അതിൻ്റെ ബാക്കി തന്നെയാണ് 13-ാമത്തെ ആയത്തിൽ അവർ നടന്ന ഒരു അഭിമുഖ സംഭാഷണം, നാളെ പരലോകത്ത് നിന്ന് നടക്കുന്ന സംഭാഷണം. അതിൻ്റെ തുടർഭാഗമാണ് 14-ാമത്തെ ആയത്തിൽ. അതേ പ്രകാരം 15-ാമത്തെ ആയത്തിലും അതിൻ്റെ തുടർഭാഗമാണ്. എന്താണ് 15-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത്? فَالْيَوْمَ لَا يُؤْخَذُ مِنْكُمْ فِدْيَةٌ ഫൽയൗമ, ആകയാൽ ഇന്നത്തെ ഈ ദിവസം, വിശ്വാസികളാകുന്ന ആളുകൾ മുനാഫിഖുകളാകുന്ന ആളുകളോട് പലതും പറഞ്ഞു. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു അതാ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഫൽയൗമ, ആകയാൽ ഇന്നത്തെ ദിവസം ലാ യുഖദു, പിടിക്കപ്പെടുകയില്ല, മിൻകും, നിങ്ങളിൽ നിന്ന്, അഖദ യുഖദു, അഖദ പിടിച്ചു, ലാ യുഖദു പിടിക്കുകയില്ല, സ്വീകരിക്കുകയില്ല എന്നർത്ഥം. ലാ യുഖദു പിടിക്കപ്പെടുകയില്ല, മിൻകും നിങ്ങളിൽ നിന്ന്, ഫിദിയ ദണ്ഡം, പ്രായച്ചിത്തം, നിങ്ങളിൽ നിന്നൊരു പ്രായച്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല. എന്തെങ്കിലും കുറച്ച് ദണ്ഡം കൊടുത്തിട്ട് പിന്നെ രക്ഷപ്പെടാമെന്നോ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ വെളിച്ചം സ്വീകരിക്കാമെന്നോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാമെന്നോ ഉള്ള ഒരു വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട. കാരണം ഇന്നത്തെ ദിവസം ലാ യുഖദു മിൻകും ഫിദിയ, നിങ്ങളിൽ നിന്ന് ഒരു ഫിദിയയും സ്വീകരിക്കപ്പെടുന്നതല്ല. നിങ്ങളിൽ നിന്ന് മാത്രമല്ല, വലാ മിനല്ലദീന കഫറൂ, അവിശ്വാസികളാകുന്ന ഒരാളിൽ നിന്നും ഒരു ഫിദിയയും സ്വീകരിക്കപ്പെടാത്ത ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവുകയില്ല. അങ്ങനെ ചുളിവിലൂടെ സ്വർഗത്തിലേക്ക്, ഈ വെളിച്ചത്തിലേക്ക് കടന്നു കയറാമെന്ന വ്യാമോഹം വേണ്ട. നിങ്ങളിൽ നിന്നോ അവിശ്വാസികളിൽ നിന്നോ യാതൊരു പ്രായച്ചിത്തവും ഇന്നത്തെ ദിവസം സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെയോ മഅ്വാക്കും, നിങ്ങളുടെ വാസസ്ഥലം, ഇനി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളത്, അന്നാറു, നരകമാകുന്നു. ഇനി നിങ്ങൾക്ക് പോയി കിടക്കാനുള്ളത് അന്നാർ, നരകത്തിലാണ്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ സുഖവും സൗകര്യവും ഒന്നും കിട്ടുമെന്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട എന്നാണ് അള്ളാഹു പറയുന്നത്. മഅ്വാകുമുന്നാർ, നിങ്ങളുടെ സങ്കേതം അന്നാറു, നരകമാകുന്നു. എന്നിട്ട് അവരോട് പറയാ, ഹിയ, അത്, ഏത് നരകം, നിങ്ങളുടെ സങ്കേതമാകുന്ന ആ നരകം, മൗലാക്കും, നിങ്ങളുടെ ബന്ധുവാണത്, നിങ്ങളോട് ഏറ്റവും യോജിച്ചത്, നിങ്ങളോട് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്, നിങ്ങളുടെ രക്ഷാധികാരിയായിട്ടുള്ളത് ആരാകുന്നു? ആ നരകമാകുന്നു. ഹിയ, അത്, മൗലാക്കും, നിങ്ങളുടെ ബന്ധുവാണ്, നിങ്ങളോട് ഏറ്റവും യോജിച്ചത് നരകമാണ്. കാരണം ദുനിയാവിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞപ്പോൾ, കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് വൈമനസ്യം കാണിച്ചവരാണ്. വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്തവരാണ്. അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞപ്പോൾ നല്ല മാർഗത്തിൽ കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് അവിശ്വാസികൾക്കും നിങ്ങൾക്കും ഒരു ഫിദിയയുമില്ല. നിങ്ങളുടെ പാർപ്പിടം, നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ മടക്കസ്ഥലം നരകമാണ്. അതാണ് നിങ്ങളോട് ഏറ്റവും യോജിച്ചിട്ടുള്ളത്. വബിഅസ, ഏറ്റവും മോശമാണ്. അൽ മസീർ, നിങ്ങൾ തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്തയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വിവിധങ്ങളായ ശിക്ഷയും മുറകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ തിരിച്ചെത്തുന്ന സ്ഥലം. ആ നരകം, ബിഅസ്, അത് ഏറ്റവും മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ അറിയേണ്ട, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു താക്കീത് വിശ്വാസികളാകുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. എന്താണത്? ഏത് സമയത്തും നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇനി പറയാൻ പോകുന്ന 16-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മോട് പറയുന്ന വിഷയം നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള ശിഷ്ടജീവിതം അത് വലിയ വിനാശകരത്തിലേക്ക് നീങ്ങുമെന്നും നാളെ പരലോകത്ത് നിങ്ങൾക്ക് പരാജയമുണ്ടാകുമെന്നും
ആരോട് പറയാ? വിശ്വാസികളാകുന്ന എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് 16-ാമത്തെ ആയത്തിൽ. എന്താണ് ആ കാര്യം? അലം യഅനി ലില്ലദീന ആമനൂ, മുനാഫിഖീങ്ങളോടല്ല, അല്ലെങ്കിൽ അവിശ്വാസികളോടല്ല. ആരുടെ കാര്യമാണ് പറയുന്നത്? ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന വിശ്വാസി സമൂഹത്തോട് അല്ലാഹു തആല ചോദിക്കാം. എന്ത്? അലം യഅനി, സമയമായില്ലയോ, നേരമായില്ലേ? ആർക്ക്? ലില്ലദീന ആമനു, വിശ്വാസികളാകുന്ന നിങ്ങൾക്ക് സമയമായില്ലേ? സമയമായില്ലേ? നേരം വെളുത്തില്ലേ നിങ്ങൾക്ക്? എന്തിന്? അൻ തഖ്ശഅ, ഖുശൂഅ്, ഭക്തി, ആവുവാൻ, വിനയപ്പെടുവാൻ, ഭക്തിയുള്ളവരാകുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭക്തിയുള്ളവരാകുവാൻ സമയമായില്ലേ? ലിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ഉപദേശത്തിലേക്ക്, അവൻ്റെ ഉത്ബോധനത്തിലേക്ക്, അവൻ്റെ സ്മരണയിലേക്ക്. അപ്പോൾ വിശ്വസിച്ച ആളുകളെ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് തങ്ങളുടെ ഹൃദയങ്ങൾ ഒതുക്കി വിനയപ്പെട്ടു വരുവാൻ, കൃത്യമായി തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് ബോധ്യപ്പെടുത്തി ഹൃദയം വിനയപ്പെട്ട് ഒതുങ്ങി വരുവാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? എന്തിലേക്ക് ഒതുങ്ങി വരുവാൻ? ലിദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്കും, പിന്നെ വമാ, ഒന്നിലേക്കും, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്കും, വമാ, ഒന്നിലേക്കും, നസല, ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു, മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് അവതരിപ്പിച്ചതിലേക്കും, അഥവാ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സത്യസന്ദേശമാണത്. റഹ്മാനായ റബ്ബ് ഇറക്കിയതാണ്, സത്യം മാത്രമേ അതിലുള്ളൂ. ആ സത്യമായി അവതരിപ്പിച്ചതിലേക്കും ഹൃദയങ്ങളെ ഒതുക്കി വിനയപ്പെട്ടു വരുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ആണെന്ന് പറയാൻ, ഞാനിതാ എൻ്റെ ഹൃദയം ഞാൻ ഒതുക്കി വെച്ച് വിനയപ്പെട്ട്, ഞാനിതാ റബ്ബേ നിന്നെ ഓർക്കുവാൻ, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുവാൻ, അത് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ വിശ്വാസികളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തെ അള്ളാഹു ചോദിക്കുന്നത് വലാ യകൂനു, ആകാതിരിക്കുവാനും സമയമായില്ലേ? കല്ലദീന, ഒരു വിഭാഗത്തെ പോലെ ആകാതിരിക്കാനും. ഏത് വിഭാഗമാണ്? ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗത്തെ പോലെ ആകാതിരിക്കാനും. മിൻ ഖബ്ല്, മുമ്പ് നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗത്തിനെ പോലെ ആകാതിരിക്കുവാനും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയില്ലേ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ആരാ? ജൂതന്മാരും നസാറാക്കളും അല്ലേ? അവർക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിലൂടെ, മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അവർക്ക് വേദഗ്രന്ഥങ്ങളെല്ലാം നൽകിയിരുന്നു. എന്നിട്ടോ അവരുടെ സ്വഭാവം എന്തായിരുന്നു? എന്താണ് അവരായി തീർന്നത്? അതാ അള്ളാഹു തുടർന്ന് പറയുന്നത്. മുമ്പ് അവർക്ക് വേദഗ്രന്ഥം നൽകി, അവരെ പോലെ ആകാതിരിക്കാൻ സമയമായില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവരെ പോലെ ആകാനല്ല നമ്മൾ നോക്കേണ്ടത്. ഇന്ന് പലരും അവരെ പോലെ ആകാനുള്ള ശ്രമമാണ്. ഒരു ചാണിന് ചാണായി ജൂതന്മാരോടും നസാറാക്കളോടും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അവരെ പോലെ ആകാനാണ് ശ്രമം നടത്തുന്നത്. അവരുടെ ആചാരങ്ങളെ പോലെയാകാൻ, അവരുടെ ആഘോഷവും നമ്മുടെ ആഘോഷവും ഒരുപോലെയാക്കാൻ, എല്ലാം അവരെ പോലെയാക്കാൻ, വേഷവിധാനവും എല്ലാം അവരെ പോലെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരെ പിൻപറ്റുന്ന ഒരു കാലഘട്ടം വരുന്നതല്ലേ. ആ കാലഘട്ടമാണ് ഇപ്പൊ നമ്മളെ പെരുന്നാളാണെങ്കിലും എന്താണെങ്കിലും എല്ലാത്തിലും അവരോട് കിടമത്സരം നടത്തുകയാണ്. അള്ളാഹു ചോദിക്കുന്നത് അവരെ പോലെ ആകാനല്ല, ഒന്നിലും അവരെ പോലെയാകാനല്ല. അള്ളാഹു ചോദിക്കുന്നത് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ള അവരെ പോലെ ആകാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ? എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഫത്വാല അലൈഹിമുൽ അമദു, ഫത്വാല അവർക്ക് ദീർഘിച്ചു കൊടുത്തു. ആ വേദക്കാർക്ക് കാലം ദീർഘമായി വന്നു. അലൈഹിം അവരുടെ മേൽ അൽ അമദു, കാലം ദീർഘിച്ചു എന്ന് പറയാം. വേദഗ്രന്ഥം നൽകിയ ആ കാലഘട്ടത്തിൽ നല്ലവരായിരുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച വിശ്വാസികൾ ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച, തൗറാത്തിൽ കൃത്യമായി വിശ്വസിച്ച, ഇഞ്ചീലിൽ കൃത്യമായി വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഫത്വാല അലൈഹിമുൽ അമദു, കാലങ്ങൾ ദീർഘിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഫഖസ്വതു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഹൃദയങ്ങൾ കടുത്തു. ആ വേദഗ്രന്ഥങ്ങളെ അവർ പുച്ഛിച്ചു തള്ളി. അതിൽ കൂട്ടിക്കടത്തലുകൾ ഉണ്ടാക്കി, പലതും കൂട്ടിച്ചേർത്തു, പലതും അവർക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കി. ആ അള്ളാഹുവിന്റെ ആ വേദഗ്രന്ഥങ്ങളെ സ്വീകരിക്കാത്ത, പ്രവാചകന്മാരെ അംഗീകരിക്കാത്ത അവസ്ഥയുണ്ടായി. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത അവസ്ഥകൾ ആർക്കുണ്ടായി? മുൻ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് ഉണ്ടായി. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ആ വിഭാഗത്തെ പോലെ കാലങ്ങൾ ദീർഘിച്ചങ്ങനെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയ അവരെ പോലെ ആകാതിരിക്കുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിലുള്ള ധാരാളം ആളുകൾ, വകസീറുൻ ധാരാളം ആളുകൾ, മിൻഹും അവരിൽ നിന്ന്, ആരിൽ നിന്ന്? ഊത്തുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ആ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് അധികം ആളുകളും ഫാസിഖൂൻ, ദുർനടപ്പുകാരാണ്, തോന്നിവാസികളായിരുന്നു എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. എന്നിട്ട് അല്ലാഹു ഇതിലൂടെ നമ്മോട് ചോദിക്കുന്നത് എന്താ? അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികളെ
അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തി വിനയപ്പെട്ടു വരുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള യഥാർത്ഥത്തിലേക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ, തിരിച്ചു നടക്കുവാൻ, അത് അംഗീകരിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ മനുഷ്യരെ, വിശ്വാസികളെ? നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവരിൽ വേദക്കാരിൽ കാലം ദീർഘിക്കുകയും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും അവരിൽ അധികം ആളുകളും ദുർനടപ്പുകാരുമാണ് എന്നതുപോലെ അവരെ പോലെ ആകാതിരിക്കുവാനും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന റഹ്മാനായ റബ്ബിന്റെ ശക്തമായ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉത്തരം നൽകണം. ഒന്നുകൂടെ അറിയേണ്ടത്, ഇത് ആരോടാ ചോദിക്കുന്നതെന്ന് അറിയോ? നമ്മളെപ്പോലെ ലോക്കലിനോടല്ല, മറിച്ച് മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിനോട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ച, വിശുദ്ധ ഖുർആനിന്റെ അവതരണ സമയത്ത് തന്നെ വിശുദ്ധ ഖുർആൻ കേൾക്കാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം പരിശുദ്ധമായ ദീനിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായ സ്വഹാബത്തിനോടാണ് അല്ലാഹു തആല ചോദിക്കുന്നത് ഈ ചോദ്യം. അത്രയും വിശ്വാസദാർഢ്യമുള്ള അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏഴയത്തേക്ക് പോലും എത്താത്ത എന്നോടും നിങ്ങളോടും എത്ര ഗൗരവമായിട്ടായിരിക്കും ഈ ചോദ്യം ഉണ്ടാവുക എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കുവാൻ നമുക്ക് കഴിയണം. അതെ, എൻ്റെ ആദർശം ഖുർആനാണെന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് എൻ്റെ ഹൃദയങ്ങളെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ, മുൻഗാമികളായ വഴിപിഴച്ചു പോയ വേദഗ്രന്ഥങ്ങളിലെ ജൂതന്മാരെയോ നസാറാക്കളെയോ എൻ്റെ ഒരു ആദർശത്തിലും ആഘോഷത്തിലും ഞാൻ പിൻപറ്റുകയില്ലെന്ന് തറപ്പിച്ച് റഹ്മാനായ റബ്ബിന് മറുപടി കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം എന്ന മഹത്തായ പാഠമാണ് സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. പഠിക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 17-ാമത്തെ ആയത്തിൽ തുടർന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേദക്കാരാകുന്ന ആളുകളിൽ പടർന്നു പിടിച്ചിട്ടുള്ള ദുഷിച്ച പല ശീലങ്ങളുമുണ്ട്. ആ ശീലങ്ങൾ മുസ്ലിമീങ്ങളാകുന്ന വിശ്വാസികളാകുന്ന ആളുകളിൽ ഉണ്ടാകാൻ പാടില്ല, അവരിൽ ഉണ്ടാകരുത്. ജൂതനസാറാക്കളിലുള്ള ഒരു തന്നിഷ്ടങ്ങളും അതല്ലെങ്കിൽ ഒരു തോന്നിവാസങ്ങളും ഒരു ചീത്ത ചിന്താഗതികളും ആരിലുണ്ടാകാൻ പാടില്ല? വിശ്വാസികളാകുന്ന മുസ്ലിമീങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അവരിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. വിശുദ്ധ ഖുർആൻ ആകണം നമ്മുടെതെല്ലാം എന്തിനും ഏതിനും വിശുദ്ധ ഖുർആൻ പരതുന്ന, അത് പരിശോധിക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കുണ്ടാകണമെന്നാണ്. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തൊരു വിഷയത്തിനും വിശ്വാസികളാകുന്ന ആളുകൾ എൻ്റെ ഖുർആനിൽ, എൻ്റെ പ്രമാണമാകുന്ന, എൻ്റെ ഇമാമാകുന്ന വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് എന്താണ് എന്നോട് എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. മനസ്സിലായില്ലേ? അപ്പൊ വേദക്കാരിൽ ഉണ്ടായ ഈ തോന്നിവാസങ്ങൾ മുസ്ലിമീങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ അല്ലാഹു തആലയെ കുറിച്ചുള്ള സ്മരണയുണ്ടാകണം. വിശുദ്ധ ഖുർആൻ അത് കൈവിടാതെ സൂക്ഷിക്കാൻ കഴിയണം, അത് അംഗീകരിക്കാൻ കഴിയണം. ഇനി അല്ലാഹു തആല ഒരു ഉപമയിലൂടെയാണ് അത് നമ്മെ വിഷയം പഠിപ്പിക്കുന്നത്. എന്താണത്? യഅലമു അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ. എന്നിട്ട് അല്ലാഹു പറയാ, യഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ അറിയുക തന്നെ വേണം. ആരോടാണ്? വിശ്വാസികളോടാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തോടോ അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉള്ളതല്ല. ഈ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങളാകുന്ന, മുഅ്മിനുകളാകുന്ന, മുവഹിദുകളാകുന്ന, മുജാഹിദുകളാകുന്ന നമ്മോട് അല്ലാഹു തആല പറയുന്നത്, യഅലമു, കൃത്യമായി അറിയണം, ശരിക്ക് മനസ്സിലാക്കണം. അന്നല്ലാഹ, തീർച്ചയായും റബ്ബ് തആല, അല്ലാഹു തആല, യുഹ്യിൽ അർള, അവൻ ഭൂമിയെ ജീവിപ്പിക്കുന്നു, ബഅദ മൗതിഹാ, അതിൻ്റെ മരണത്തിന് ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നീ മനസ്സിലാക്കുക എന്നൊരു ഉദാഹരണം അവിടെ പറഞ്ഞു. ഇനി ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ലഅല്ലകും തഖിലൂൻ. ഖദ് ബയ്യന്നാ, അല്ലാഹു പറയാ, ഖദ് ബയ്യന്നാ, തീർച്ചയായും നാം വിവരിച്ചു തന്നിട്ടുണ്ട്, നാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ, പലതരം ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയാൻ, അവനെ ഓർക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ലഅല്ലകും തഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരായി തീരാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ അറിയണം, ഭൂമി നിർജീവമായതിന് ശേഷം അള്ളാഹുവാണ് അതിനെ ജീവിപ്പിക്കുന്നു, അത് അവനാണ് എന്നത് നിങ്ങൾ അറിയണം. തീർച്ചയായും നാം നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി എന്നൊരു ഉദാഹരണമാണ് അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ ജൂതന്മാരെ പോലെ ആകരുത്, നിങ്ങൾ നസാറാക്കളെ പോലെ ആകരുത് എന്നൊക്കെ ഉപദേശിച്ചിട്ട് അല്ലാഹു തആല ഇവിടെ പറഞ്ഞ ഉദാഹരണം അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിന് ശേഷം അതിനെ ജീവിപ്പിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു തആല ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? നിർജീവമായി ഉണങ്ങിക്കിടക്കുന്ന നമ്മുടെ ഭൂമി,
കുറേ കാലം മഴയില്ലാതെ എല്ലാം ഉണങ്ങി, എവിടെയും വെള്ളമില്ല, ഒക്കെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഭൂമിയിലേക്ക് ആകാശലോകത്ത് നിന്ന് മഴ വർഷിച്ചാൽ എന്താ സംഭവിക്കുക? മഴ വർഷിച്ചാൽ അതുവരെ ഉണങ്ങി നിന്ന ഉണങ്ങിയ ചെടികളും എല്ലാം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് അവർക്ക് ഒന്ന് ജീവനുള്ളതായി രൂപാന്തരപ്പെടുന്നത് നമുക്കൊക്കെ കാണാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം. അള്ളാഹു ഇത് പഠിപ്പിച്ചത് ഇതുപോലെയാകണം. ഇതുപോലെയാണ് നമ്മുടെ ഏറ്റവും പരിശുദ്ധമായി നാം കാണുന്ന നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ അവസ്ഥയും ഇതുപോലെയാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒരുപാട് ചിന്തകൾ, ദുർവിചാരങ്ങൾ, വേണ്ടാത്ത ആലോചനകൾ, ഷിർക്കുകളും ബിദ്അത്തുകളും ഹറാമുകളുമായി ഹൃദയങ്ങൾ കടുത്തുപോയി. ആ ഹൃദയങ്ങളിൽ, ചത്തുപോയ ഹൃദയങ്ങളിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ആലോചനയും അതേ പ്രകാരം വിശുദ്ധ ഖുർആനിൻ്റെ പഠനങ്ങളും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആ മരിച്ചുപോയ, ചത്തുപോയ, ചീത്തയായി പോയ ആ ഹൃദയങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനാകുന്ന ആ മഴയങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതങ്ങ് പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിന് ജീവനുണ്ടാകും. അങ്ങനെ ആ ഹൃദയത്തിന് ജീവനുണ്ടായാൽ ആ ഹൃദയത്തിലൂടെ നന്മകളെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുമെന്ന മഹത്തായ ഒരു കാര്യമാണ് അല്ലാഹു തആല ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഹൃദയങ്ങളിൽ ഹൃദയം ചീത്തയായി പോയ പല പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് ഹറാമുകൾ ചെയ്ത് കണ്ട് അതുപോലെ തോന്നിവാസങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോയി. ഒന്നിനും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആരും നിരാശരാകേണ്ടതില്ല. മനസ്സിലായില്ലേ? അതാണ് അല്ലാഹു തആല ഉദാഹരണത്തിലൂടെ പറയുന്നത്. എത്ര ചത്തുപോയ കേടുവന്ന ഹൃദയങ്ങളാണെങ്കിലും ആ ഹൃദയങ്ങളിലേക്ക് റഹ്മാനായ റബ്ബിനെ കുറിച്ച് അല്ലാഹ് എന്നെ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവൻ അറിയാതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ചിന്തയും അതേ പ്രകാരം വിശുദ്ധ ഖുർആൻ ധാരാളമായി പഠിക്കുക, അത് പാരായണം ചെയ്യുക. ഏത് സമയത്തും നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായി, നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത, ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ കൂട്ടുകാരനായി, ചങ്ങാതിയായി വിശുദ്ധ ഖുർആനെ കൊണ്ട് നടന്നാൽ, ആ വിശുദ്ധ ഖുർആനാകുന്ന മഴ നമ്മുടെ ഹൃദയത്തിൽ വർഷിച്ചാൽ തീർച്ചയായും പിന്നീട് നന്മകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതായി നമ്മുടെ ശരീരം മാറും. ശരീരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ഒരു പാഠമാണ് 17ാമത്തെ ആയത്തിൽ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത്. പഠിക്കാൻ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു തആല ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ചിലവഴിക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു. 18ാമത്തെ ആയത്തിൽ ഒന്നുകൂടെ അള്ളാഹു തആല അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ പോരിശ ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല പറയുന്നു. ഇന്നൽ മുസ്വദ്ദിഖീന വൽ മുസ്വദ്ദിഖാത്ത്, ഇന്നൽ മുസ്വദ്ദിഖീന, തീർച്ചയായും ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാർ, വൽ മുസ്വദ്ദിഖാത്തി, ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീകളും, രണ്ടുപേരെയും പ്രത്യേകമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞു. അതാണാകട്ടെ പെണ്ണാകട്ടെ ദാനധർമ്മം ചെയ്താൽ. വഅഖറലു, കടം കൊടുക്കുകയും ചെയ്ത, അല്ലാഹുവിന് കടം കൊടുക്കുകയും ചെയ്തത്. മുകളിലും അല്ലാഹു തആല ചോദിച്ചില്ലേ, മൻദല്ലദീ ഖർളൻ ഹസന, ആരുണ്ട് എനിക്ക് കടം തരാൻ? ദാനധർമ്മം കടമാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ അല്ലാഹു തആല വീണ്ടും പറയാ, വഅഖറലുല്ലാഹ്, അല്ലാഹുവിന് കടം കൊടുക്കുകയും ചെയ്യുന്ന. എങ്ങനത്തെ കടമാകണം അത്? ഖർളൻ ഹസന, നല്ലതായ കടം കൊടുക്കുകയും ചെയ്യുന്ന. അത്തരം മുസ്വദ്ദിഖീങ്ങൾക്കും മുസ്വദ്ദിഖാത്തുകൾക്കും, ദാനധർമ്മം ചെയ്യുന്ന പുരുഷനും ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീകളും, യുളഅഫു ലഹും, അവർക്ക് ഇരട്ടിയായി കൊടുക്കപ്പെടും, ഇരട്ടിയായി കൊടുക്കപ്പെടും. വലഹും, അവർക്കുണ്ട്, അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലം അവർക്കുണ്ട്. വിശദീകരിക്കേണ്ടതില്ല, മുകളിൽ നമ്മൾ പറഞ്ഞ ആയത്ത് തന്നെയാണ്. അതിൻ്റെ ആ രീതിയിലുള്ള ആയത്ത് തന്നെയാണ്. തീർച്ചയായും ദാനധർമ്മം ചെയ്യുകയും അള്ളാഹുവിന് നല്ല കടം കൊടുക്കുകയും ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ആരോ അവർക്ക് ഇരട്ടിച്ചു കൊടുക്കുന്നതാണ്. ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല, അവർക്ക് മാന്യമായ പ്രതിഫലം ഉണ്ടായിരിക്കും. ഇനി 19ാമത്തെ ആയത്ത്, വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ. വല്ലദീന ആമനൂ, വിശ്വസിച്ചവർ, ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചവർ, വറുസുലിഹി, അവൻ്റെ റസൂലിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർ, ഉലൈക, അവർ, ഹും, അക്കൂട്ടർ തന്നെയാണ്, ഉലൈക ഹും, അക്കൂട്ടർ, അസ്സുദ്ദീഖൂൻ, അവരാണ് സുദ്ദീഖീങ്ങൾ. സിദ്ഖ്, സത്യത അല്ലേ, സത്യം. സുദ്ദീഖൂൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധന്മാർ, അവരാണ്. ആര്? അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർ. ഇനി വശുഹദാ, രക്തസാക്ഷികളും ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അരികെ,
ഇന്ദ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിങ്കൽ ലഹും അവർക്കുണ്ട് അജ്റുഹും അവരുടെ പ്രതിഫലം. ലഹും അജ്റുഹും അവർക്കുണ്ട് അവരുടെ പ്രതിഫലം. പിന്നെയോ വനൂറുഹും നൂറ് പ്രകാശം, വനൂറുഹും അവരുടെ പ്രകാശവും. അപ്പൊ അള്ളാഹുവിലും അവന്റെ റസൂലിലും ആര് വിശ്വസിച്ചുവോ അവർ തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖുകളും ഷഹീദുകളും അഥവാ സത്യസന്ധന്മാരും രക്തസാക്ഷികളും. അവർക്ക് ആർക്ക്? ഈ സുദ്ദീഖീങ്ങൾക്കും ശുഹദാക്കൾക്കും അവരുടേതായ പ്രതിഫലവും അവരുടേതായ പ്രകാശവും ഉണ്ടായിരിക്കും. ഇത് അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ച നല്ല ആളുകൾക്ക്. ഇനിയോ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, വല്ലദീന കഫറൂ അവിശ്വസിച്ചവരാരോ, അവിശ്വസിച്ചവർ, വകദ്ദബൂ അവർ കളവാക്കുകയും ചെയ്തു, ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കുകയും ചെയ്തു. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തവർ ആരോ? ഉലൈക അക്കൂട്ടർ അസ്ഹാബുൽ ജഹീം ജ്വലിക്കുന്ന നരകത്തിന്റെ ആൾക്കാരാകുന്നു. അവർ നരകത്തിന്റെ ജഹീം ജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകളാണ്. ആര്? അവിശ്വാസികളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്തവർ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. 19-ാമത്തെ ആയത്തിൽ, ഏറ്റവും അവസാനമായി നമ്മൾ പഠിച്ച ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വല്ലദീന ആമനൂ ബില്ലാഹി വറസുലി, അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, ഉലൈക ഹും അസ്സുദ്ദീഖൂന വശുഹദാ, അവർ തന്നെയാണ് സുദ്ദീഖീങ്ങളും ശുഹദാക്കളും എന്നതാണ്. രണ്ട് വിഭാഗത്തെ അള്ളാഹു തആല ഇവിടെ പറഞ്ഞു. ഒന്ന് സിദ്ദീഖുകളാണ്, മറ്റൊന്ന് ഷഹീദുകളാണ്. ആർക്കാണ് സിദ്ദീഖുകൾ എന്ന് പറയുക? വിശ്വസിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ കൃത്യമായി ഒരു വഞ്ചനയുടെ ലാഞ്ചനയില്ലാതെ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം, അത് അള്ളാഹുവിലാകട്ടെ, പ്രവാചകന്മാരിലാകട്ടെ, അതല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലാകട്ടെ, അന്ത്യനാളിലാകട്ടെ, മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, അങ്ങനെ അള്ളാഹു തആല പഠിപ്പിച്ച വിശ്വസിക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്നും ഒരു സംശയവുമില്ലാതെ കൃത്യമായി വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിനനുസരിച്ച് കൃത്യമായ സത്യമായ നിലപാടുകൾ ഉണ്ടാകണം, അടിയുറച്ച സത്യസന്ധന്മാരാകണം. അത്തരം ആളുകൾക്കാണ് സിദ്ദീഖുകൾ എന്ന് പറയുക, സത്യസന്ധന്മാർ എന്ന് പറയുക. അല്ലാതെ പേര് കൊണ്ടും തറവാട് കൊണ്ടും സംഘടനകൾ കൊണ്ടൊന്നല്ല. വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കണം, അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ സത്യനിഷ്ഠയിൽ അടിയുറച്ച സത്യവാന്മാരാകി മാറണം. അവർക്കാണ് സിദ്ദീഖുകൾ എന്ന് പറയുക. രണ്ടാമത്തേത് ശുഹദാക്കളാണ്. ശുഹദാ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികൾ, അവർക്കാണ് ഷഹീദുകൾ എന്ന് പറയുക. ഈ സിദ്ദീഖുകൾ എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ശക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ്. വിശ്വാസത്തിലൂടെ മാത്രം ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ് സിദ്ദീഖുകൾ. അല്ലാതെ വെറും പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം കാഴ്ചയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല സിദ്ദീഖുകൾ എന്ന് പറയുന്നത്. വിശ്വാസമാകുന്ന ആ ആയുധത്തിലൂടെ അത് ശക്തമാക്കിക്കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ് സിദ്ദീഖ് എന്ന് പറയുന്ന ഉന്നതമായ പദവി. എന്നാൽ ശുഹദാക്കൾ എന്ന് പറയുന്നത് വിശ്വാസത്തോടൊപ്പം നല്ല ത്യാഗം, ദീനിനു വേണ്ടി എന്തും ചെയ്യാൻ, തൻ്റെ ശരീരം പൂർണ്ണമായി കൊടുക്കാൻ ത്യാഗത്തോടുകൂടെ ശക്തമായ ശക്തിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ത്? ശുഹദാ എന്ന് പറയുന്നത്. ഈ സിദ്ദീഖ് എന്ന് പറയുന്ന മഹത്തായ പദവിയും ശുഹദാ എന്ന് പറയുന്ന പദവിയും പ്രവാചകന്മാരുടെ പദവി കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ പദവി മനുഷ്യകുലത്തിൽ നിന്ന് പ്രവാചകന്മാരുടെ പദവിയാണ്. അതിനേക്കാളും ഉയരാൻ ആർക്കും കഴിയില്ല. ഏറ്റവും ഉന്നതമായ പദവി പ്രവാചകന്മാരുടെ പദവിയാണ്. അത് കഴിഞ്ഞാൽ, ആ പ്രവാചകന്മാരുടെ പദവി കഴിഞ്ഞാൽ മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ പദവിയാണേത്? ഈ സിദ്ദീഖീങ്ങളുടെ പദവിയും ശുഹദാക്കളുടെ പദവിയും ഒക്കെ. പ്രവാചകന്മാരുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു പദവിയാണ്. ഇനി അത് നമുക്കൊന്നും കിട്ടൂല. കാരണം പ്രവാചകന്മാരുടെ പരമ്പര മുഹമ്മദ് നബിയോട് കൂടെ അവസാനിച്ചു. എന്നാൽ സിദ്ദീഖുകളുടെയും ഷഹീദിന്റെയും സ്ഥാനം അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസം കൃത്യമാക്കിയാൽ, സത്യസന്ധമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ, നമുക്കൊക്കെ വിശ്വാസികളാകുന്ന ആളുകൾക്കൊക്കെ ലഭിക്കാവുന്ന ഒന്നാകുന്നു ഏത്? ഈ സിദ്ദീഖുകളുടെയും ഷഹീദുകളുടെയും മഹത്തായ ഉന്നതമായ പദവി. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച ആളുകൾ അവർ സിദ്ദീഖുകളും ശുഹദാക്കളുമാണ് എന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ സിദ്ദീഖീങ്ങളുടെ ആ ഉന്നതമായ അല്ലാഹു തആല പറഞ്ഞ ആ ഉന്നതമായ പദവിയിലേക്ക്
ഉയരാൻ നമുക്ക് സാധിക്കണം. അതിന് വിശ്വസിക്കേണ്ടതൊക്കെ കൃത്യമായി വിശ്വസിക്കണം. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സംശയത്തിന് അവകാശമില്ലാത്ത വിധം ഒരു സംശയവും നമുക്കുണ്ടാകരുത്. അത് ഏത് വിഷയത്തിലാകട്ടെ ഉണ്ടാകാത്ത വിധം വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അത്തരം ഉന്നതമായ പദവികളിലേക്ക് ഉയരുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.